കർണാടക മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ സിദ്ധരാമയ്യയുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. കർണാടകയിൽ നടന്ന ഒരു പരിപാടി. ആ പരിപാടിയിലേക്ക് RSS BJP പ്രവർത്തകർ പ്രതിഷേധവുമായി വരുന്നു. അപ്പോൾ സ്ഥലത്തെ SP ആരാണ് എന്ന് ചോദിച്ച് SP-യെ വേദിയിലേക്ക് വിളിച്ചു വരുത്തി അടിക്കാൻ ഓങ്ങുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ കണ്ടത്. കർണാടകയിലെ ബെൽഗാവിലാണ് സംഭവം നടക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ, വിലക്കയറ്റം വർദ്ധിപ്പിക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ വലിയ പ്രതിഷേധ റാലി സംഘടിപ്പിക്കുന്നു കോൺഗ്രസ്. ആ പരിപാടിയിലേക്ക് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾ നടത്തിയ ചില പരാമർശങ്ങൾ പ്രതിഷേധിച്ച് BJP RSS പ്രവർത്തകർ മാർച്ച് നടത്തുന്നു. അവിടെ മുദ്രാവാക്യം വിളിക്കുന്നു. വേദിക്ക് അരികിലെത്തിയിട്ടാണ് മുദ്രാവാക്യം വിളിക്കുന്നത്. എങ്ങനെ RSS BJP പ്രവർത്തകർ അവിടെ എത്തി എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട്. സുരക്ഷാ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അതിനെ കൈകാര്യം ചെയ്യേണ്ടത് ഇങ്ങനെയാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. അപ്പോൾ തന്നെ ആരാണ് ഇവിടുത്തെ SP, നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നത് എന്ന് പറഞ്ഞാണ് SP-യെ അടിക്കാൻ ഓങ്ങുന്നത് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ വേദിയിലുണ്ട്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുമുണ്ട്. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് സംഭവം നടക്കുന്നത്. സുരക്ഷാ ഉദ്യോഗസ്ഥർ തടയാൻ ശ്രമിക്കുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ദ്വാരക SP നാരായണ ഭരമണിക്ക് നേരെയാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അടിക്കാൻ ഓങ്ങുന്നത്. സ്വാഭാവികമായും ഇത് കർണാടകയിൽ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. ദേശീയ തലത്തിൽ വലിയ വാർത്തയായി മാറിയിട്ടുണ്ട്. സുരക്ഷാ പ്രശ്നമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഒരു SP-യെ പരസ്യമായി വിളിച്ചു വേദിയിൽ വെച്ച് അടിക്കാനോങ്ങുന്നത് ഒരു മുഖ്യമന്ത്രിക്ക് യോജിച്ച നടപടിയാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ആ ദൃശ്യങ്ങൾ നമുക്ക് മുഴുവൻ കാണാം. നടക്കുന്നത് കർണാടകയിലാണ്. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയാണ്, കോൺഗ്രസിന്റെ നേതാവാണ്. അതുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങളിൽ ഇത് വലിയ വാർത്തയായിട്ടില്ല. ദേശീയ മാധ്യമങ്ങളിൽ വലിയ വാർത്തയാണ്. അന്തിച്ചർച്ച പോലും നടത്തിയ ദേശീയ ദൃശ്യമാധ്യമങ്ങളുണ്ട്. കാരണം അവർക്ക് കിട്ടിയ ഒരു ആയുധമാണ് കോൺഗ്രസിന് എതിരെ. അത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ ദേശീയ തലത്തിൽ തന്നെ BJP ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തിനാണ് പ്രതിഷേധ പ്രകടനം നടത്തിയത് BJP നേതാക്കൾ? പഹൽഗാം സംഭവത്തിൽ BJPക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്, കേന്ദ്ര സർക്കാരിന് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന ചില പരാമർശങ്ങൾ കോൺഗ്രസ് നേതാക്കൾ നടത്തിയിരുന്നു. അതിൽ പ്രതിഷേധിച്ചിട്ടാണ് BJP നേതാക്കൾ മാർച്ച് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ വലിയ വാർത്താ പ്രാധാന്യം ദേശീയ തലത്തിൽ BJP-യെ അനുകൂലിക്കുന്ന മാധ്യമങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ ഒരു വാർത്തയാക്കേണ്ടതായിരുന്നു മാധ്യമങ്ങൾ. പക്ഷേ മാധ്യമങ്ങൾ അത് വലിയ വാർത്തയാക്കിയില്ല. കാരണം കർണാടകയാണ്, കോൺഗ്രസ് സർക്കാരാണ് എന്നത് തന്നെയാണ്. ഇത്തരമൊരു സംഭവം അല്ലെങ്കിൽ ഇതിനോട് ഒപ്പം നിൽക്കുന്ന എന്തെങ്കിലും ചെറിയ സംഭവം കേരളത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു നേതാവിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായാൽ, അത് CPM നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായാൽ എന്തായിരിക്കും പുകിൽ എന്ന് നാം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. എന്തുകൊണ്ടാണ് കർണാടകയിലെ ഈ സംഭവം കേരളത്തിലെ മാധ്യമങ്ങൾ ഒതുക്കുന്നത്, മുക്കുന്നത്? എന്തുകൊണ്ടാണ്? അതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. കാരണം കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയാണ് ഇത് ചെയ്തത്. മറ്റേതെങ്കിലും മുഖ്യമന്ത്രിമാരാണ് ഇത് ചെയ്തത് എങ്കിൽ കേരളത്തിൽ അത് വലിയ വാർത്തയായി മാറുകയും ചെയ്യും. കേരളത്തിലെ ഏതെങ്കിലും CPM നേതാക്കൾ അല്ലെങ്കിൽ LDF നേതാക്കളാണ് ഇത്തരമൊരു നീക്കം നടത്തുകയോ ചെറിയ പരാമർശം നടത്തുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിൽ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളിലെ ഒന്നാം വാർത്തയായി അത് മാറുമായിരുന്നു. എത്രയോ ദിവസം ഇതേക്കുറിച്ചുള്ള അന്തിച്ചർച്ചകൾ നടക്കുമായിരുന്നു. എന്തുകൊണ്ട്? മാധ്യമങ്ങളുടെ രാഷ്ട്രീയം അതുതന്നെയാണ് ഈ വാർത്ത മുക്കുന്നതിൻ്റെ പിറകിലും ഉള്ളത്.
നമസ്കാരം.